നിങ്ങളിങ്ങനെ റോഡരികില് തണലിനായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഉങ്ങ് കണ്ടിട്ടില്ലേ? ഉങ്ങിന്റെ മരം ഒരു മീഡിയം സൈസ് ട്രീ ആണ്. ഇതിന്റെ കായ ഉണ്ടാവും അല്ലെ? ഇതിന്റെ കായ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വിത്ത് അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കായാണ്. അതുകൊണ്ട് ഇതിന് ലെഗുമിനേസ് ഫാമിലിയിലാണ് ഇത് വരിക. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് വേനൽക്കാലത്ത് ഇലയൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇതിന്റെ തളിർത്ത് വരിക. പുതിയ നാമ്പലകൾ കുരുന്നിലകൾ തളിർക്കുന്ന സമയം നല്ല വേനൽ ചൂടിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വർഷം മുഴുവൻ ഇതിന് ഇലകൾ ഉണ്ടായിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് റോഡരികിലൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. ഇത് പക്ഷേ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇതിന് ഒരുപാട് ഔഷധങ്ങൾ ചേർക്കാനുള്ള ഒരു അമൂല്യ ഔഷധമാണെന്ന് പറയാം. കാരണം ഒരുപാട് ത്വക്ക് രോഗങ്ങൾ അതുപോലെ ചർമ്മ സംരക്ഷണത്തിന് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇതിന്റെ വിത്ത് അതുപോലെ ഇതിന്റെ തൊലി, ഇതിന്റെ ഇല, ഇതിന്റെ വേര്, ഇതിന്റെ കായിൽ നിന്ന് എടുക്കുന്ന എണ്ണ എല്ലാം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഒരു തരത്തിൽ പറഞ്ഞാൽ വേരും തൊലിയും ഇലയും കായും വിത്തും ഇതിന്ന് ആട്ടിയെടുക്കുന്ന എണ്ണയും എല്ലാം ഔഷധയോഗമായിട്ടുള്ള ഭാഗമാണെന്ന് പറയാം. ചർമ്മത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ അവിഭാജ്യ ഘടകമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫാമിലി നെയിം ലെഗുമിനേസെ ഫാമിലിയാണ്. കാരണം ഇതിന്റെ വിത്ത് ഇങ്ങനെ ഒരു ഷീറ്റിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രൂപത്തിലാണ്. ലെഗ്യൂമാണ്, ഫ്രൂട്ട് ഈസ് എ ലെഗ്യൂം. അതുകൊണ്ടാണ് ലെഗുമിനേസെ ഫാമിലി. ഓക്കെ, പിന്നെ ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം പൊങ്കാമിയ പിന്നേറ്റ. ഇതിന്റെ സംസ്കൃതം പേര് കരഞ്ചം എന്നാണ്. കരഞ്ചം. ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ തിക്ത കടു കഷായ രസത്തോട് കൂടിയതാണ്. ഇതിന്റെ ഗുണം ലഘു തീക്ഷ്ണ സ്നിഗ്ധ ഗുണത്തോട് കൂടിയതാണ്. അതുപോലെ ഉഷ്ണവീര്യമാണ്, കടു വിഭാഗമാണ്. അതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. കഫദോഷവും വാദദോഷവും വർദ്ധിച്ച് ഉണ്ടാവുന്ന ചർമ്മ രോഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ വ്രണരോപണത്തിന്, രക്തശുദ്ധി വരുത്തുന്നതിന്, ശരീരത്തില് കഫദോഷം വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകളാണ് പൊതുവെ ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചില് ഒക്കെ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഉങ്ങിന്റെ കുരുവിന്റെ എണ്ണയൊക്കെ നമ്മൾ ത്വക്ക് രോഗങ്ങളിൽ വ്രണങ്ങളിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി അതുപോലെ ചർമ്മരോഗങ്ങളുള്ളവർക്ക് നമുക്ക് കുളിക്കാനായിട്ട് വെള്ളം തയ്യാറാക്കാനായിട്ട് ഇതിന്റെ ഇല പറിച്ചിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ പറയും. ഇനി നിങ്ങൾക്ക് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മരപ്പെട്ട തൊലി ചെത്തി എടുത്തിട്ട് അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അതും കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിന്റെ വേരും തൊലിയും ഇലയും കായും എല്ലാം ഔഷധ ഗുണമുള്ളതാണെന്നേ. എല്ലാം പറിച്ചിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. അതിട്ട് വെന്ത വെള്ളം കൊണ്ട് സഹിക്കാവുന്ന ചൂടോടെ ഈ വ്രണങ്ങളൊക്കെ കഴുകാനായിട്ടും നമുക്ക് ദേഹം കുളിക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ചർമ്മ സംരക്ഷണത്തിനായിട്ട് സഹായകരമാണ്. അതായത് പലതരത്തിലുള്ള ഈ പാടത്തും പറമ്പിലും ഒക്കെ പൊടിപടലങ്ങളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള കീടദംശനങ്ങൾ, സ്കിൻ അലർജീസ്, എക്സിമ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ നമുക്ക് കുളിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ ഉങ്ങിന്റെ മരത്തൊലിയോ ഇലയോ കായോ ഇതെല്ലാം കൂടി കിട്ടുമെങ്കിൽ അത് ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ ഈ ചൊറിച്ചിൽ കുറയുന്നതിനും ഇത്തരം എക്സിമയും മറ്റു പല ചർമ്മരോഗങ്ങളും തടയുന്നതിന് പോലും സഹായകരമാണ്. എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും കരിയാത്ത ദുഷ്ടവ്രണങ്ങളില്ലേ, പഴകിയ വ്രണങ്ങൾ, അത് കരിയുന്നതിന് സഹായിക്കും. ഈ ഉങ്ങിന്റെ വേരുമലത്തെ തൊലി പൊളിച്ചെടുക്കുക. എന്നിട്ട് അത് ഇടിച്ചു വീഴ്ഞ്ഞാൽ പച്ചോട് ഇടിച്ചു വീഴുമ്പോൾ നീര് കിട്ടില്ലേ, ആ നീരില് കരിനൊച്ചിയുടെ ഇലയും ആര്യവേപ്പിന്റെ ഇലയും കൂടെ ചേർത്ത് അരയ്ക്കണം. ഉങ്ങിന്റെ വേരിന്റെ തൊലി ഇടിച്ചു വീഴ്ഞ്ഞ് നീരെടുക്കാൻ ഇത്തിരി പ്രയാസ. ആ നീരെടുത്തിട്ട് ആ നീര് ചേർത്ത് ആര്യവേപ്പിലയും കരിനൊച്ചിലയും കൂടെ നന്നായിട്ട് അരച്ച് വെണ്ണ പോലെ അരച്ചിട്ട് ഈ ദുഷ്ടവ്രണത്തിൽ പുരട്ടി കെട്ടിവെച്ചാല് ഈ ദുഷ്ടവ്രണങ്ങൾ, പഴകിയ വ്രണങ്ങൾ കരിഞ്ഞു പോകുന്നതിന്, ഉണങ്ങുന്നതിന് സഹായിക്കും. ഇനി മറ്റൊരു പൊടിക്കൈ ഉങ്ങിന്റെ ഉപയോഗം പറയാം. അതായത് നമുക്ക് ഈ അഭിഘാതജം, വീഴ്ചകളും ഫ്രാക്ചറും പറ്റിയിട്ട് നീർക്കെട്ടും വേദനയും ഒക്കെ ഉണ്ടാവില്ലേ, അത്തരം അവസ്ഥയിൽ ഈ ഉങ്ങിന്റെ പട്ട ചതച്ചിട്ടിട്ട് തൊലി ചെത്തിയിട്ടിട്ട് വെളിച്ചെണ്ണ കാച്ച് അത് അരിച്ചെടുത്തിട്ട് ആ ഒടിവും ചതവും ഒക്കെ പറ്റിയ പ്രദേശങ്ങളിൽ പുരട്ടിയിടുകയാണെങ്കിൽ ആ ചതവും നീർക്കെട്ടും വേദനയും ഒക്കെ ശമിക്കുന്നതിന് സഹായകരമാകുന്നു. ഒപ്പം തന്നെ ആ ഭാഗത്തുണ്ടാവുന്ന ചർമ്മത്തിന് ഏൽക്കുന്ന പരിക്കുകൾ ഉണ്ടല്ലോ, അത് റിപ്പയർ ചെയ്യുന്നതിന് പോലും സഹായകരമാവുന്നുണ്ട്. പൊതുവെ ചർമ്മരോഗങ്ങളായിട്ട് നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ചൊറിച്ചില്, അർട്ടിക്കേരിയ പോലുള്ള രോഗാവസ്ഥകളായിട്ട് വരുന്നവരോട് ഉള്ളിലേക്ക് മരുന്നുകളൊക്കെ നിർദ്ദേശിക്കും, ഭക്ഷണ നിയന്ത്രണങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിന്റെ ഒപ്പം തന്നെ പുറമെ പുരട്ടാനായിട്ടുള്ള തൈലങ്ങൾ നിശ്ചയിക്കാറുണ്ട്. അതിന്റെ കൂടെ നമ്മൾ കുളിക്കാനായിട്ട് വെള്ളം നിശ്ചയിക്കുമ്പോൾ നിങ്ങളോട് ഉങ്ങിന്റെ ഇലയോ ഉങ്ങിന്റെ തൊലിയോ കിട്ടുമെങ്കിൽ അത് ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് പറയാറുണ്ട് ഇല്ലേ. അത് തീർച്ചയായിട്ടും ഇത്തരം ചൊറിച്ചില്, ഇത്തരം പ്രശ്നങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായകരമാവാറുണ്ട്. ഉങ്ങിന്റെ ഇലയും തൊലിയും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് പറയാറുള്ളത് അല്ലെ. ഓർമ്മയില്ലേ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുപോലെ ഇത്തരം അവസ്ഥയിൽ നമ്മൾ സ്ട്രോങ് സിന്തറ്റിക് ആയിട്ട് സോപ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെറുപയർ പൊടിയോ കടലമാവോ ഉപയോഗിച്ച് മെഴുക്കിളക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇത്തരം ചർമ്മരോഗങ്ങളിലെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനായിട്ട് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഇവിടെ കൊടുക്കുന്ന വീഡിയോന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.